ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും ശുഭകരമായ ഒരു ദിനം ആശംസിക്കുകയാണ്. സുപ്രധാനമായിട്ടും ഇന്ന് പുലർച്ചെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം, രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഫേസ്ബുക്കിലേക്ക് കയറിയ സമയം ആദ്യം കണ്ട ഒരു മെസ്സേജ്, പുനലൂർ നിയോജക മണ്ഡലത്തിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നതിനുള്ള വിഷമവും സങ്കടവും പ്രതിഷേധവും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു സംഘിപ്പിള്ള, അങ്ങനെ തന്നെ പറയേണ്ടി വരും. നല്ല ഹിന്ദുക്കളൊന്നും അങ്ങനെ അത്തരം കാര്യങ്ങൾ സംസാരിക്കാറില്ല. മതേതര ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊരു സംഘിപ്പിള്ള രാവിലെ പറയുകയാണ്, പുനലൂർ നിയോജക മണ്ഡലം പാകിസ്ഥാനാണോ ബംഗ്ലാദേശാണോ, മുസ്ലിം ലീഗ് അവിടെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികളെ മാത്രം പരിഗണിക്കുന്നു എന്നൊക്കെയുള്ള വർഗീയപരമായിട്ടുള്ള ഒരു പോസ്റ്റ് കാണാനിടയായി. പ്രിയമുള്ളവരെ, മതേതര ഇന്ത്യയിലെ കേരളത്തിലെ പുനലൂർ നിയോജക മണ്ഡലത്തിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി മത്സരിച്ചു എന്ന് കരുതി അവിടെ എന്ത് സംഭവിക്കാൻ പോകുന്നു? മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നിടത്തെല്ലാം ആ സ്ഥലം പാകിസ്ഥാനാണ് ബംഗ്ലാദേശാണ് എന്ന് പറയാൻ വേണ്ടി മാത്രം അത്രയ്ക്കും ഒരു വിവരദോഷിയാണോ ഈ പറയപ്പെട്ട പിള്ള? എല്ലാവരും ഫേസ്ബുക്കിൽ നോക്കണം. ഇന്ന് രാവിലെ വന്നൊരു സംഗതിയാണ്, അല്ലാതെ ഒരു ബേസ് ഇല്ലാതെ രാവിലെ ഒരു വർഗീയത പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്. ഒരു മതേതരത്വം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാൻ പാടില്ല, പക്ഷേ മതേതരത്വം പ്രവൃത്തിയിലൂടെ യാഥാർത്ഥ്യമാക്കി ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ സ്നേഹിച്ച്, ഇവിടുത്തെ ജനങ്ങളെ സ്നേഹിച്ച്, നാനാജാതി മതസ്ഥരെയും നമ്മുടെ സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെ കരുതി ചേർത്ത് പിടിച്ച് ഏകോദര സഹോദരങ്ങളായി ജീവിച്ചു വരുന്ന ഭാരതീയ സംസ്കാരത്തിന് വിഘ്നം വരുത്തുന്ന നിലയിലുള്ള ഇത്തരത്തിലുള്ള മോശമായ കമൻറ്റുകൾ ഇടുന്ന ആ പിള്ളയ്ക്ക് രാവിലെ ഒരു മറുപടി കൊടുക്കേണ്ടത് മതേതര കേരളത്തിലെ, മതേതര ഇന്ത്യയിലെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ കടമയാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അഡ്വക്കേറ്റ് സഞ്ജയ് ഖാനെ പരിഗണിക്കുന്നു, CR നജീബിനെ പരിഗണിക്കുന്നു, വേറെ 2-3 മുസ്ലിം സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടാണ് പുള്ളി രാവിലെ വളരെ പ്രയാസപ്പെട്ട ആ പോസ്റ്റ് ഇട്ടത്. അദ്ദേഹത്തിന് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മുസ്ലിം സ്ഥാനാർത്ഥികൾ പുനലൂർ നിയോജകമണ്ഡലത്തിൽ മത്സരിച്ചാൽ അത് പാകിസ്ഥാനാണ് ബംഗ്ലാദേശാണ് എന്ന് പറയുന്ന ആ അഴുക്ക് മനസ്സ് പ്രിയപ്പെട്ട ബഹുമാനായ പിള്ള അതൊന്ന് മാറ്റിവെക്കണം. ഈ പോസ്റ്റ് ഇട്ട വ്യക്തി, ഞാനെന്ന് പറയട്ടെ, പത്തനാപുരം നിയോജകമണ്ഡലത്തിൽ ഏതാണ്ട് 100 വർഷക്കാലമായി, ഞങ്ങളൊക്കെ ജനിക്കുന്നതിനും ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതൽ തന്നെ, അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതൽ തന്നെ ഇവിടെ NSSൻ്റെ നായർ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ഒരു പ്രതിഷേധവുമായി ഇവിടുത്തെ മുസ്ലിങ്ങളോ ഇവിടുത്തെ ക്രിസ്ത്യാനികളോ ഇതര മതസ്ഥരോ ഒന്നും വന്നിട്ടില്ല. ഇതൊരു NSSൻ്റെയോ നായറിൻ്റെയോ സംവരണ മണ്ഡലമല്ല. ഞങ്ങൾ സഹിക്കുന്നില്ലേ? നാളിതുവരെ എന്തെങ്കിലും ഒരു പരാതിയുമായി ഞങ്ങൾ വന്നോ? എന്തിനിവിടെ നായന്മാരെ നിർത്തി ചോദിക്കാൻ വന്നോ? അപ്പോൾ നായന്മാരായാലും ഹിന്ദു സമുദായത്തിലെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും ദളിത് സമൂഹത്തിൽപ്പെട്ടവരായാലും അതല്ലെങ്കിൽ ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളെല്ലാം ഭാരതീയരല്ലേ? അങ്ങനെ കാണാനുള്ള കണ്ണ് നിങ്ങൾക്കില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമാണ് എനിക്ക് ഉന്നയിക്കുവാനുള്ളത്. ഹൃദയത്തിൽ വർഗീയത മാറ്റിവെച്ചുകൊണ്ട് ഞാൻ ഒരു ഇന്ത്യൻ പൗരനാണ്, ഇവിടുത്തെ നാനാജാതി മതസ്ഥരും സഹോദരന്മാരാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ, പ്രവർത്തിക്കുവാൻ നാനാജാതി മതത്തിൽപ്പെട്ട ആളുകൾക്ക് കഴിയണം. എന്തായാലും അദ്ദേഹം ഒരു ഹിന്ദു എന്നതിലുപരി ഒരു സംഘപരിവാർ അനുഭാവിയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വർഗീയപരമായ